ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ഫീസ് കുറവിലാണ് യൂറോപ്പിൽ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയെക്കാളും കുറവാണോ അത് കൂടുതലാണോ? വളരെ വളരെ ഹൈ ആണ്. ഇന്ത്യനെക്കാളും വളരെ വളരെ ഹൈ ആണ് ഈ പറയുന്ന യൂറോപ്പിലത്തെ എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ് എല്ലാം PhD ഹോൾഡേഴ്സ് ആണ്. അവർക്കൊക്കെ ഹാൻഡ്സ് ഓൺ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ ഈ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. മോസ്റ്റ് മോഡേൺ ലാബ്സ് ആണ്. സോ അവിടെ എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. അവിടെ ഗവൺമെന്റ് ഫണ്ടിങ്ങോട് കൂടിയാണ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. കുട്ടികളുടെ പൈസ മേടിച്ച് കോളേജിലത്തെ പിയൂണിന്റെ ശമ്പളം വരെ കൊടുക്കേണ്ട അവസ്ഥ ഇങ്ങനത്തെ കോളേജുകൾക്കൊന്നുമില്ല. സോ ദേ ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ പീപ്പിൾ so that they can get ഈ പറയുന്ന ക്വാളിറ്റി ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് കിട്ടണം. സോ അവരുടെ മോട്ടീവ് അതാണ്. അതല്ലാതെ ഈ കുട്ടികളുടെ പൈസ വെച്ചിട്ട് കോളേജ് റൺ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ആക്ച്വലി ഫ്രീ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ടുള്ള ഫീസിൽ മാത്രം അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളിടത്തോളം കാലം തന്നെ നമുക്ക് ബേസിക്കലി ക്വാളിറ്റി അവിടെ കിട്ടുന്നു നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം പലപ്പോഴും പല കുട്ടികളും ഈ പറഞ്ഞ പോലെ ചില എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നോക്കി പോകണം കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ക്വാളിറ്റി. നിങ്ങൾ ആ രാജ്യം കണ്ടിട്ടാണ് ആ രാജ്യത്തേക്ക് പോകുന്നത്. ആ രാജ്യം വലിയ രാജ്യമായിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആ ക്വാളിറ്റി കൊടുക്കുന്നതാണോ? സോ ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ യൂണിവേഴ്സിറ്റി റാങ്കിങ്, യു ആർ ഫോളോവിംഗ് ഇൻ ഫോർ വേഴ്സ്റ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അല്ല കിട്ടുന്നത്, നിങ്ങളുടെ പൈസ മേടിച്ചു വെക്കാനും നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് തരാനുമായിട്ട് ഒരു എമിഗ്രേഷൻ റൂട്ട് എന്നുള്ള പോലെയാണ് ആ രാജ്യങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പൈസ അവർ എക്സ്ട്രാ മേടിക്കുകയാണ് ചെയ്യുന്നത്. വേറെ യു ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻസ് ആണ്. ഇൻഡസ്ട്രി കണക്ഷൻ നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കണക്ഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റി നോക്കി കോഴ്സ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ യു വിൽ ബി സേവിംഗ് എ ലോട്ട് ഓഫ് മണി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പെൻഡ് ലെസ് ആൻഡ് ഏൺ മോർ.